ഒരുപക്ഷേ രാജ്യത്തെ തന്നെ നടുക്കിയേക്കാവുന്ന ഏറ്റവും വലിയ ഒരു സ്കാമിൻ്റെ നടുവിലാണ് നമ്മളിപ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമായിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമായതിന് പിന്നിൽ കാലാകാലമായി സംസ്ഥാനം ഭരിച്ചു വരുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികൾ തുല്യരായി റെസ്പോൺസിബിളാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അധ്യാപക നിയമനവും സ്കൂളുകൾ അനുവദിക്കുന്ന കാര്യവും. ഇതിനെക്കുറിച്ച് പലപ്പോഴും പല മാധ്യമങ്ങളിലും വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പറയപ്പെടാത്ത ചില കാര്യങ്ങൾ, ഇതുവരെ അറിയപ്പെടാത്ത ചില കാര്യങ്ങൾ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനിൽ നിന്നും നമുക്ക് കേൾക്കാം. നമ്മളോടൊപ്പം പ്രൊഫസർ കെ എസ് രാധാകൃഷ്ണനുണ്ട്. സർ നമസ്കാരം. സർ നമസ്കാരം. ഈ അധ്യാപകൻ എന്ന നിലയിൽ അങ്ങ് എയ്ഡഡ് സ്കൂളും അൺഎയ്ഡഡ് സ്കൂളും ആ സ്കൂളുകളിൽ അപ്പോയിൻ്റ് ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ച് അങ്ങ് വളരെയധികം പഠനം നടത്തി സംഗതി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് സാർ ഇതിൻ്റെ? ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും മാർക്കറ്റ് വിപണിയിലെ വില നിലവാരം, അതായത് ഇതിന് മുൻപ് വരെ, ഇതിന് മുമ്പെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് താനൂരിനടുത്തുള്ള, താനൂരിൽ നിന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, താനൂരിനടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന്, മലപ്പുറത്ത് താനൂരിനടുത്തുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ അധ്യാപികയെ നിയമിക്കുന്നതിനുള്ള ലേലം നടന്നു. ഇത് ലേലം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇൻ്റർവ്യൂ അതാണ്. ലേലത്തിൽ പോയത് 1,03,00,000 രൂപക്കാണ് ആ പോസ്റ്റ് വിറ്റുപോയത്. നിങ്ങൾ ഈ ഫുട്ബോളിൻ്റെ കക്ഷികളെയൊക്കെ ഫുട്ബോൾ കളിക്കാരെ ലേലത്തിലെടുക്കുന്ന രീതിയിൽ അങ്ങനെ 1,03,00,000 രൂപയ്ക്ക് ഈ പോസ്റ്റ് വിറ്റുപോയി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. എന്താണ് എയ്ഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർക്കാർ അധ്യാപകർക്കും അനധ്യാപകർക്കും ശമ്പളം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻറ്റും കൊടുത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തെയാണ് എയ്ഡഡ് എന്ന് പറയുന്നത്. ആ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്ന സമയത്ത് മാനേജ്മെൻറ്റ് നിയമനത്തിന് വാങ്ങിക്കുന്നതാണ് 1,03,00,000. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതുവരെ കോളേജ് അധ്യാപകർക്ക് 1 കോടി വന്നിരുന്നതായിട്ട് ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഹയർ സെക്കൻഡറി 75 ലക്ഷത്തിനാണ് പോയിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ 1 കോടി കഴിഞ്ഞു. 50 ലക്ഷത്തിനാണ് ഹൈസ്കൂൾ പോകുന്നത്. 40 ലക്ഷം കൊടുക്കണം UP LP കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇതാണ് ഇപ്പോഴത്തെ റേറ്റ്. അല്ല സാർ, ഈ 1 കോടി രൂപയൊക്കെ കൊടുത്ത് ഒരു ജോലി കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺസ് കിട്ടുമോ? പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജിൽ കിട്ടുമ്പോൾ UGC ശമ്പളമല്ലേ, UGCയുടെ ശമ്പള സ്കെയിൽ കിട്ടില്ലേ? വലിയ അട്രാക്റ്റീവ് സ്കെയിലാണ്. ഇതിപ്പോൾ +2 അല്ലേ? അത് +2 ആണെങ്കിൽ ശരിയാണ്, ഗസറ്റഡ് റാങ്കിലുള്ള അപ്പോയിൻമെൻ്റാണ്, നല്ല ശമ്പളമുണ്ട്. പിന്നെ വേറൊരു കാര്യം, അവർക്ക് എന്തായാലും 10-30 കൊല്ലത്തെ സർവീസ് കിട്ടും. അത് കഴിഞ്ഞ് റിമൈനിങ് പീരീഡ് എത്ര കൊല്ലം ജീവിച്ചിരിക്കുമോ അത്രയും കൊല്ലം പെൻഷൻ കിട്ടും. അപ്പോൾ പിന്നെ അവർക്ക് നഷ്ടമൊന്നും വരില്ല, നഷ്ടമില്ല. കാശ് കൊടുക്കുന്നത് ഇത് മാനേജ്മെൻറ്റ് വാങ്ങിക്കുന്നു. ഇനി ഇതിനാരൊക്കെ പങ്കാളികളാണ്? ഈ രാജ്യത്തെ എല്ലാ സർക്കാരും, മന്ത്രിമാർ, MLA മാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജുഡീഷ്യറിക്കും ഇതറിയാം, ജുഡീഷ്യറിക്കറിയാം, മാധ്യമങ്ങൾക്കും അറിയാം, എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം. പക്ഷേ ഇവരാരും ഇതിനെതിരെ ഒരു വാക്ക് പറയില്ല. എന്തുകൊണ്ട്? അതിന് അവരാണ് ഉത്തരം പറയേണ്ടത്. ഇതിലെന്തൊക്കെ നടക്കുന്നുണ്ട്? കൈക്കൂലി, സ്വജനപക്ഷപാതം, വിവേചനം, പിന്നെ നല്ല അഴിമതി, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുകയാണ് ഈ വിദ്യാഭ്യാസ രംഗത്ത്. ചെല്ലുമ്പോൾ എത്ര തരും എന്നാണ് ചോദ്യം. എന്ത് തരുമെന്നല്ല, എത്ര തരും എന്നുള്ളതാണ്. അത്രയും കൊടുക്കുന്നവർക്കാണ് ഇത് കൊടുക്കുന്നത്. ഇനി ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇതിൽ ചില കണക്കുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ആകെ നമ്മുടെ സ്കൂളുകളിൽ എന്ന് വെച്ചാൽ ഹയർ സെക്കൻഡറി അടക്കമുള്ള സ്കൂളുകളിൽ
ഈ കേരളത്തിലുള്ളത് 1,60,64,000 വരും. ഇപ്പം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലത്തിരി മാറിപ്പോയേക്കാം. അത്രയും അധ്യാപകരുണ്ട്. 1,64,000. 64,000 റഫ്. കാരണം ചിലപ്പോൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. കാരണം ഈ ഫിഗേഴ്സ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതിൽ 94,000 പേരും എയ്ഡഡ് സെക്ടറിലാണ്. 50% കൂടുതലായി. അല്ല 60%. ഓക്കെ. 60% ഇതാണ്. 57%. കൃത്യമായി പറഞ്ഞാൽ 57-58%. ബാക്കിയുള്ളവരെ സർക്കാരിലുള്ളു. ഇനി എയ്ഡഡ് കോളേജുകൾ, സർക്കാർ കോളേജും കൂടി 25,000 അധ്യാപകരുണ്ട്. അതിൽ 20,000 പേരും എയ്ഡഡിലാണ്. ഇതിനകത്ത് കനത്ത അഴിമതി എവിടെയാണെന്ന്, അഴിമതിയിലെ അനീതി എവിടെയാണെന്ന് അറിയാമോ? ഈ 20,000 എയ്ഡഡ് സെക്ടറിൽ ഗവൺമെൻറ്റിൽ നിന്ന് പോകുകയാണെങ്കിൽ, PSCയിൽ നിന്ന് പോകുകയാണെങ്കിൽ 2,000 ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് ജോലി കിട്ടേണ്ടതാണ്. 10% സംവരണം കൊടുത്തിട്ടില്ല. ഒരു 20 എണ്ണം മൊത്തത്തിലുണ്ടാകുമോ എന്നെനിക്കറിയില്ല. 2,000 പോയിട്ട് 20 എണ്ണം മൊത്തത്തിലുണ്ടാകുമോ എന്നെനിക്കറിയില്ല. ഇനി വേറൊരു കാര്യം, നമ്മൾ ഈ 140-ൽ 10% 14 പേരെ അവിടെ ജയിപ്പിച്ചിരുത്തിയിട്ടുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട MLA-മാർ എല്ലാ പാർട്ടികളിലുമായിട്ട്. ഇവർക്ക് ഈ ജാതിയുടെ ഗുണഭോക്താക്കളാണ്. ഇവരിലാരെങ്കിലും ഒരാൾ ഈ അനീതിക്കെതിരെ ഒരു വാക്ക് അസംബ്ലിയിൽ പറയില്ല. ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല. അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും പറയില്ല. ഒരു വ്യത്യാസമില്ല, ആരും പറയുന്നില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി 2 മന്ത്രിമാരുണ്ട്, പ്രൊഫസർ തുളസിയും AP അനിൽകുമാരും. ഇവർക്കെങ്കിലും ഒന്ന് പറയാമല്ലോ, ഇങ്ങനൊരു സംഭവമുണ്ട്, ഇത് ചെയ്യുന്നത് തെറ്റാണ്, ആ സമുദായത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. നിയമത്തിൻ്റെ മുമ്പിലാണെങ്കിലോ സുപ്രീം കോടതിയിൽ പോയി ഈ പ്രശ്നം, എയ്ഡഡ് സെക്ടർ. സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ സർക്കാരിൽ നിന്ന് ധനസഹായം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ നിങ്ങൾക്കൊരു ഓപ്ഷനുണ്ട്, നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ധനസഹായം സ്വീകരിക്കാതിരിക്കാം. അപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവരുടെ നിയമനം PSCക്ക് വിടാത്തത്? അവിടം കൊണ്ടും തീരുന്നില്ല. വേറൊരു കാര്യം, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ ബ്ലാക്ക് സാർ, അതിനു മുമ്പ് ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനും ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ എയ്ഡഡ് സ്കൂളുകൾ കൊടുക്കുന്നത് ജാതി സംഘടനകൾക്കാണല്ലോ കൂടുതലും കൊടുക്കുന്നത്. അത് പറഞ്ഞുതരാം. ഇതിലുള്ളതിലെന്ന് വെച്ചാൽ ഈ മൊത്തം എയ്ഡഡ് സ്ഥാപനങ്ങളിൽ 60% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാണ്. മൈ ഗോഡ്, 60% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാണ്. ഓക്കെ. ബാക്കി 40% ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമായിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ വേറൊരു ഗുണമുണ്ട്, എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇത് ജാതി ഈ മതം തിരിച്ചുള്ള കണക്ക് ഇവർ പ്രസിദ്ധീകരിക്കില്ല. അത്ര സ്വാധീനം ഇവർക്ക് അവിടെയുണ്ട്. എന്ത് ചെയ്താലും പ്രസിദ്ധീകരിക്കില്ല. ആ ക്രിസ്ത്യൻസ് ആണ് ഇപ്പോൾ ഇവിടെ എന്താണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ബില്ല് അവതരിപ്പിച്ച് ബില്ല് ഇതിന് വിട്ടു. ശരിക്കും അത് അവതരിപ്പിച്ച് പാസ്സാക്കാവുന്ന അല്ല, വേണ്ട. ഇനി ഇപ്പോൾ അടുത്ത അസംബ്ലിയിൽ പാർലമെൻറ്റ് സെഷനിൽ വരുമല്ലോ, അത്രയല്ലേ ഉള്ളൂ. ഒരു സെഷനിലേ മാറ്റാൻ പറ്റുള്ളൂ. അത് പോയിക്കോട്ടെ, FCRA. അപ്പോൾ അതിൽ ഇതില്ലേ, ഒരു അദ്ദേഹം ഇപ്പോൾ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോയേഴ്സിൽ ഒരാളില്ലേ, ഹരീഷ് സാൽവെയുടെ ഒരു ഇത് ഞാൻ ശ്രദ്ധിച്ചു. ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ലോകത്ത് എല്ലായിടത്തും FCRA ഉണ്ട്, എന്തിനാണ് ഇവർ കിടന്ന് ബഹളം വെക്കണതെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം ഈസ് എ ക്രിസ്ത്യൻ, പ്രസ്ബിറ്റേറിയൻ ക്രിസ്ത്യനാണ്. എന്തിനാണ് ഇവർ ബഹളം വെക്കണതെന്ന് അറിയില്ല. ഇവർക്കെന്താ നിയമം അനുസരിക്കാൻ ഇത്ര വൈഷമ്യം എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ FCRAനെ എതിർക്കുന്നത് വേറെ പല കാരണങ്ങൾ കൊണ്ടാണ്. ഇത് മതപരിവർത്തനം മാത്രമല്ല, ഇതിന്റെ പുറകിൽ ഇന്ത്യയുടെ ഡെവലപ്മെന്റ് പദ്ധതി തുരങ്കം വെക്കാനും അട്ടിമറിക്കാനും വേണ്ടിയിട്ടുള്ള പിന്നെ ഉണ്ടായിരുന്നല്ലോ തമിഴ്നാട്ടിലെ മറ്റേ ആണവ നിലയം വന്ന സമയത്ത്, മറ്റേ കൂടംകുളം വന്ന സമയത്ത്
പള്ളിക്കാർ ഒന്നടങ്ക് ഇറങ്ങിയിട്ടാണല്ലോ ഇത് സമരം ചെയ്തത്. അതെ അതെ. നമ്മൾ ഓപ്പറേഷൻ ബ്ലാക്ക് ആ, ബോർഡിലേക്ക് തിരിച്ചു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞൊരു സംഗതി നടന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് കനത്ത രീതിയിലുള്ള ഇത് അഴിമതി നടക്കുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കളയാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഉണ്ടാക്കിയത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് മനോജ് എബ്രഹാം ആയിരുന്നു അന്ന് ഈ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ. അദ്ദേഹമാണ് ഇത് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയത്, നടത്തിയത്. 47 ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ്. 4 റീജിയണൽ ഡയറക്ടറേറ്റുകളും അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ്. അദ്ദേഹം കണ്ടെത്തി. അതിൽപ്പെട്ട ഒരാളോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അതിനൊരു ന്യായീകരണം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 കോടി കൊടുത്ത് അവിടെ കയറുന്നവരോട് ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണ് സാർ ഉള്ളതെന്നാ ചോദ്യം. ന്യായമുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞ്, അല്ല നിങ്ങൾക്ക് സർക്കാരിൻ്റെ ശമ്പളം കിട്ടുന്നുണ്ട് സാറേ, അതുകൊണ്ട് മാത്രം വല്ല കാര്യമായോ? നമുക്ക് ഈ രാജ്യത്ത് ലോകത്ത് ജീവിച്ചു പോകണ്ടേ? കൈക്കൂലി വാങ്ങുന്ന എല്ലാ ചെറ്റകളും എന്നും പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യാനാണ് സാറേ, ജീവിത ചെലവ് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ മേടിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ മദ്യത്തിന് വില കുത്തനെ കൂടെയാണ്, എല്ലാത്തിനും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ റിപ്പോർട്ടിൽ മനോജ് എബ്രഹാം പറഞ്ഞ് ഇവിടുത്തെ ഏറ്റവും വലിയ കാഷ്വാലിറ്റി എയ്ഡഡ് സെക്ടറിൽ മെരിറ്റാണ്. അതുകൊണ്ട് മെരിറ്റ് ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റിന് ഉറപ്പുവരുത്താനായി നിയമനം പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടുകൊടുക്കണമെന്ന് 2025 അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. ഏതെങ്കിലും ഒരു ഗവൺമെൻറ്, ഏതെങ്കിലും ഒരു MLA, 140 എണ്ണം അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, 140 എണ്ണം, ആരെങ്കിലും ഒരാൾ ഇത് എഴുന്നേറ്റൊന്ന് ചോദിക്കണ്ടേ? ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ഇത് ചെയ്യണ്ടേന്ന് കരുതി. ഇവരാരെയാണ് ഈ പേടിക്കുന്നത്? ഇവർക്ക് ജാതി സംഘടനകളുടെ പേടി, മതസംഘടനകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് അവരവിടെ നിർപ്പിൽ നിന്ന് മൂത്രം ഒഴിക്കും. ഇവർക്ക് എല്ലാത്തിനും ഇങ്ങനെ പേടിച്ചുകൊണ്ട് ഇവർക്ക് എങ്ങനെ ഭരിച്ചുകൊണ്ട് പോകാൻ കഴിയും? പിന്നെ വേറൊന്നുണ്ട്, ഈ 1 കോടി രൂപ കൊടുത്ത അധ്യാപക ജോലി മേടിക്കുന്ന വ്യക്തികൾ പിന്നെ അവരോട് പഠിപ്പിക്കണമെന്ന് കൂടി പറയരുത്. അതെ, കാരണം പലപ്പോഴും അവർ ഞാനിപ്പോൾ ഒരു സ്വകാര്യ കോളേജിലാണ് ഞാൻ പഠിച്ച ഗ്രാജുവേഷന്. അവിടെ എന്നെ പഠിപ്പിച്ച കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നു. അല്ല, അവരോട് നിങ്ങൾക്ക് അവർ കാശ് കൊടുത്താണ് കയറിയിരിക്കുന്നത്. അന്ന് പക്ഷേ ഈ പറഞ്ഞ വലിയ എമൗണ്ട് ഒന്നുമില്ല, 5000 രൂപ. അല്ല, അന്ന് 5000 രൂപ വലിയ തുകയാണ്. പക്ഷെ നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ ഒരു എന്താ പറയണ, 79 ഞാൻ ഇത് MA കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് കോളേജ്, ഒരു എയ്ഡഡ് കോളേജിൽ ഇൻ്റർവ്യൂവിന് പോയി. അന്ന് 25,000 രൂപയാണ് റേറ്റ്. ഞാനാണെങ്കിൽ 25 രൂപ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് കഷ്ടി കൊല്ലത്ത് എത്താനുള്ള കാശും മേടിച്ചുകൊണ്ടാണ് പോയേക്കണത്. കൊല്ലത്ത് ചെന്ന് കഴിഞ്ഞാൽ ബേബിച്ചായനുണ്ട്, കാക്കനാട്. ബേബിച്ചായനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി കിട്ടും എന്നൊരവസ്ഥയിലാണ് ഞാൻ പോയേക്കണത്. ഒരു തമാശക്ക് പോയതാണ് ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ ഒരു പ്രമുഖയായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ബന്ധുവിന് അവിടെ നിയമനം കൊടുക്കുകയും ചെയ്തവർ. അല്ല, അവരെ കുറ്റം പറയില്ല, കാരണം അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ജീവിച്ചു പോകാൻ പറ്റില്ലായിരുന്നു. വളരെ പ്രമുഖയായിരുന്നു ആ രാഷ്ട്രീയ നേതാവ്. പക്ഷേ സാർ, ഇങ്ങനെ പൈസ മേടിച്ച് അപ്പോയിന്റ് ചെയ്യണ അധ്യാപകർക്കും അധ്യാപികമാർക്കും പഠിപ്പിക്കാൻ അറിയില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അല്ല, രണ്ടും കൂടി നടക്കില്ല. നിങ്ങൾക്ക് കാശും വേണം പിന്നെ പഠിപ്പിക്കാൻ അറിയണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? രണ്ടും കൂടി നടക്കില്ല. അപ്പോൾ വിദ്യാഭ്യാസ രംഗം ഉടച്ചു വാർക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഒരു പുതിയ മന്ത്രി വന്നേക്കണം. അദ്ദേഹം ഉടച്ചു വാർക്കുമെന്നുണ്ടെങ്കിൽ ഈ 20,000 അധ്യാപക നിയമനത്തിൽ കൈക്കൂലിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു 10% പേര് റിട്ടയർ ചെയ്യുന്നുണ്ട് മിനിമം ഒരു കൊല്ലം. അപ്പോൾ എത്ര പേരാണ്? അപ്പോൾ 2000 പേര്. അപ്പോൾ 2000 കോടി രൂപയാണ് ഒരു കൊല്ലം, ഓരോ കൊല്ലവും മറിയുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ വാക്ക്, മറിയുന്നത്. അപ്പോൾ ഈ 2000 കോടി മറിയുന്ന സന്ദർഭത്തിൽ ഇത് മറിക്കാതിരിക്കാനായിട്ട് അവർക്ക് കഴിയില്ല. അതുകൊണ്ട്
ഇതെന്തായാലും ശരിയാണ്. ഇത് വലിയ രീതിയിലുള്ള ഒരു അബദ്ധത്തിലേക്കാണ് പോകുന്നത്. ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നട്ടെല്ലുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, വിദ്യാഭ്യാസ വകുപ്പ് നന്നാക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ നിയമനങ്ങൾ മുഴുവൻ PSCക്ക് വിടാൻ തീരുമാനിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.